ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ സ്കിൻ കെയറിനെ കുറിച്ച് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും, പിന്നെ ഫേസ് സ്കിൻ കെയർ എന്ന് പറയുമ്പം കുറേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കുമില്ല. വെറും 3 സ്റ്റെപ്പാണ് ശരിക്കും ഒരാൾക്ക് ആവശ്യം. അതിൽ കൂടുതൽ നമ്മളുടെ മുഖത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. നമ്മളുടെ ഫേസ് സ്കിൻ കെയറിന് ഇപ്പോൾ വേണ്ട 3 കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫേസ് സ്കിൻ കെയർ റുട്ടീൻ്റെ കാര്യങ്ങളാണ്. ഒരു ആണായാലും പെണ്ണായാലും സ്കിൻ കെയറിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. സ്കിൻ കെയർ ചെയ്യുക എന്നത് തന്നെ സെൽഫ് കെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ട് തന്നെയാണ്. ഇനി സ്കിൻ കെയർ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു സ്കിന്നായിട്ട് കൊണ്ടുപോകാനും ഒരു ഹെൽത്തി സ്കിന്നായിട്ട് കൊണ്ടുപോകാനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഏജിങ് റെഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ വ്രിങ്കിൾസ് അഥവാ ചുളിവ് വരുന്നതിന് താമസിപ്പിക്കാൻ മാത്രമായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷനും തടയുന്നുണ്ട്. പിന്നെ പോഴ്സുകൾ ഓപ്പൺ ആവാതിരിക്കാനും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാതിരിക്കാനും സ്കിൻ കെയർ ചെയ്യുന്നത് ധാരാളം നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്കിന്നിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കിട്ടുന്നതും ഇങ്ങനെ തന്നെയാണ്. ഫേസ് സ്കിൻ കെയറിൽ ഒരുപാട് ക്രീംസ്, നൈറ്റ് ക്രീംസ് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്കിന്ന് കൂടുതൽ ഡാമേജ് ആകുക എന്നുള്ളതാണ് കൂടുതൽ സത്യം. വെറും 3 സ്റ്റെപ്പിൻ്റെ ആവശ്യം മാത്രമാണ് ഒരു ഫേസ് സ്കിൻ കെയറിന് വേണ്ടത്. വേണമെങ്കിൽ മാത്രം ഞാനൊരു 2 സ്റ്റെപ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അറിയാലോ, ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നാണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് നോക്കുക. ശേഷം ഫേസ് വാഷ് മേടിക്കാനായിട്ട് നോക്കുക. നമ്മളുടെ സ്കിന്നിന് ചേരുന്ന ഏറ്റവും നല്ല ഫേസ് വാഷ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. റെഗുലറായിട്ട് 2 നേരം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്കിന്നിലെ പൊടികളും അതേപോലെ തന്നെ ഓയിലിനെസ്സും പിന്നെ ബാക്കി അഴുക്കുകളെല്ലാം പോയിട്ട് സ്കിന്ന് ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. അതേപോലെ ഡൾ സ്കിന്നിലെ ബ്രേക്ക് ഔട്ട്സ് ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. മോർണിംഗും നൈറ്റുമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ച 2 നേരം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് കടക്കാം. മോയ്സ്ചറൈസറാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മേടിക്കേണ്ട സംഭവം തന്നെയാണ്. മുഖത്ത് പിമ്പിൾസ് വരാൻ അല്ലെങ്കിൽ ചാൻസ് ഉണ്ട്. നമ്മൾക്ക് മാച്ച് അല്ലാത്ത മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ അങ്ങനെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായ ഹൈഡ്രേഷൻ തരാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ചുളിവുകൾ പിന്നെ മറ്റുള്ള നമ്മളുടെ മുഖത്തെ പാടുകളെല്ലാം വരാതിരിക്കാനായിട്ട് മോയ്സ്ചറൈസർ നമുക്ക് യൂസ്ഫുള്ളാണ്. സ്കിന്നിനെ സോഫ്റ്റ് ആക്കി വെക്കുന്നുമുണ്ട്. ഫേസ് വാഷിന് ശേഷം വളരെ കുറച്ച് എമൗണ്ട് മാത്രം മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയും മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമുള്ളൂ. വളരെയധികം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കൂടുതൽ ദോഷം ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഫേസിലെ സ്കിൻ കെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുള്ള ടാൻ പോലത്തെ മുഖത്തെ ഡാമേജ് ആക്കുന്നതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീനും മറ്റുള്ളവരെ പോലെ തന്നെ സ്കിന്നിൻ ടൈപ്പിന് മാച്ച് ആയത് തന്നെ മേടിക്കണം. SPF 50 മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. SPF 30 ആയാലും പ്രശ്നമൊന്നുമില്ല. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെ നമ്മളിതിൽ പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. മോയ്സ്ചറൈസർ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നേരെ മറിച്ചാണ് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത്. സൺസ്ക്രീൻ നമ്മൾ അത്യാവശ്യം നല്ലോണം കൂടുതൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. 2 ഫിംഗർ റൂൾ അല്ലെങ്കിൽ 3 ഫിംഗർ റൂൾ വെച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. 2 ഫിംഗർ 3 ഫിംഗർ റൂൾ എന്ന് പറയുന്നത് 2 വിരലിലേക്ക് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ 2 ഫിംഗറും 3 ഫിംഗർ റൂൾ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 സ്റ്റെപ്പ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ആവശ്യം നമ്മളുടെ സ്കിന്നിന് ശരിക്കും ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 സ്റ്റെപ്പ് പറയും. ഞാൻ ചെയ്യാറുള്ള സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ടോണർ ഞാൻ അപ്ലൈ ആക്കാറുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാമെന്നുള്ളതാണ്. ടോണറായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് സാധാ ഒരു റോസ് വാട്ടറാണ്. അത് ഞാൻ പഞ്ഞിയിൽ എടുത്തിട്ട് മുഖത്ത് ഡാബ് ചെയ്യാണ് ചെയ്യാറുള്ളത്. മറ്റുള്ള ടോണേഴ്സ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. ഇത്
യൂസ് ചെയ്യേണ്ടത് ഫേസ് വാഷിന് ശേഷവും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുൻപുമായിട്ടാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മുഖത്ത് എന്തെങ്കിലും ഡേർട്ട് പോലെ ഉണ്ടെങ്കിൽ അതും കൂടി പോകാൻ വേണ്ടിയാണ് നമ്മൾ ടോണർ യൂസ് ആക്കുന്നത്. ടോണർ യൂസ് ആക്കുന്നതുകൊണ്ട് നമുക്ക് സ്കിന്നിനെ കൂടുതൽ സ്മൂത്തർ ആക്കാനും ഹെൽപ്പ് ആക്കുന്നുണ്ട്. ഞാൻ മേക്കപ്പ് യൂസ് ആക്കുന്ന ടൈമിലാണ് ഫേസ് വാഷിന് ശേഷം ടോണർ യൂസ് ആക്കാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ആക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. പറഞ്ഞ സ്റ്റെപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. ഇതും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലിപ്പിന് അധികം ഡാമേജസ്, ലിപ്പിന് പിഗ്മെൻറ്റേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അതൊരു ലിപ് പ്ലംബിംഗ് മാസ്ക് കൂടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റ് യൂസ് ആക്കാറുണ്ട്. ഡെയിലി ഞാൻ നൈറ്റ് ഇത് എന്തായാലും കിടക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ 3 സ്കിൻ കെയർ മെത്തേഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതെന്തായാലും നമ്മളുടെ മുഖത്തിന് വേണ്ടതാണ്. എന്തുകൊണ്ട് സിറത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളവർക്ക്, സിറംസ് ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സിറംസ് ശരിക്കും യൂസ് ചെയ്യുന്നതിന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്രിങ്കിൾസും അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ മാറ്റാനും ഇതൊക്കെ മാറാനാണ് സിറംസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ലോണം ഫേസ് ഇഷ്യൂസ് ഉള്ളവർ, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ നല്ലൊരു ബ്രൈറ്റനിങ് സ്കിന്ന് കിട്ടണം എന്നുള്ളവർ, അങ്ങനെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫേസിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാത്തവർ ഒരിക്കലും ഇത് യൂസ് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലർക്കിത് മുഖത്ത് ഇറിറ്റേഷനും റെഡ്നെസ് ഒക്കെ വരുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ വിറ്റമിൻ സി സിറം, റെറ്റിനോളൊക്കെ ഇതിൽ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കാം. നമ്മുടെ മുഖത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സെൻസിറ്റീവ് സ്കിന്നായാൽ റിസ്ക് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലോണം നോക്കി മേടിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ ഉപയോഗിക്കുന്നവരുണ്ടാവും സിറംസ് ഒരു കുഴപ്പമില്ലാതെ. അല്ലാത്തവർക്ക് ഞാനൊരു മുൻകരുതലായിട്ട് പറഞ്ഞെന്നുള്ളൂ. അതേപോലെ ഓവർ യൂസ് ആയിട്ട് നമ്മൾ സിറം യൂസ് ചെയ്യാനും പാടില്ല. ഞാൻ സിറംസ് യൂസ് ആക്കാത്തതുകൊണ്ട് ആളായതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒന്നും അധികം പറഞ്ഞു തരാനായിട്ട് അറിയില്ല. കോമൺ ആയിട്ട് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ സ്കിൻ കെയറിനെ കുറിച്ചിട്ട്. ഇനി ഞാൻ യൂസ് ആക്കുന്ന ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ടോണർ, ലിപ് ബാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഇടാം. ഏതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് കൂടി അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബായ്.